അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കോഴിക്കോട് ടൗണിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ് പറമ്പിൽ ബസാർ, പറമ്പിൽ പള്ളി, മക്ബറയിൽ അന്തി ഉറങ്ങുന്ന അഷേഖ് ഷഹീദ് അലിയുൽ ബക്കരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദറത്തിലാണ് ഇന്നത്തെ സിയാറത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ഖലീഫ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഷഹീദ് അലിയുൽ ബക്കരി റളിയല്ലാഹു അൻഹു ഹിജറ 10-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധമായ മക്കയിൽ നിന്ന് കേരളത്തിൽ വന്ന വലിയ ആലിമും ആബിദും ആരിഫുമായിരുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഷഹീദ് അലിയുൽ ബക്കരി റളിയല്ലാഹു അൻഹു അന്തി ഉറങ്ങുന്ന മക്ബറയുടെ ചുറ്റുഭാഗത്തായി പള്ളിപ്പറമ്പിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ വലിയുള്ളാഹി ശംസുൽ ഉലമയുടെ അനിയന്മാരിൽപ്പെട്ടവരും കുടുംബത്തിൽപ്പെട്ടവരുമായിട്ട് നിരവധി അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളായ ഔലിയാക്കൾ അന്തി ഉറങ്ങുന്നുണ്ട്. ഈ പള്ളിപ്പറമ്പിൽ അന്തി ഉറങ്ങുന്ന മുഴുവൻ മഹാന്മാരാകുന്ന മുഴുവൻ മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും അതുപോലെ തന്നെ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഇന്ന് സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷെയ്ഖ് ഷഹീദ് അലിയുൽ ബക്കരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ മക്ബറയും ഈ പരിസരവും സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസാക്കി അള്ളാഹു അലങ്കരിക്കട്ടെ. ഇപ്പോൾ അവിടുത്തെ ഉറൂസ് മുബാറക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ റജബിലാണ് വഫാത്തായിട്ടുള്ളത്. അവിടുത്തെ വഫാത്തിൻ്റെ ദിവസവും കൂടി അടുത്തു വരികയാണ്. ഉറൂസ് മുബാറക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ എല്ലാവരുടെയും ആയുസ്സിലും ആരോഗ്യത്തിലും പ്രത്യേകമായി ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് പറയുന്ന എത്രയോ ആളുകളുണ്ട്. ഏത് മഹാന്മാരുടെ അടുത്ത് നിങ്ങൾ സിയാറത്തിന് പോകുമ്പോഴും ദുആ ചെയ്യണമേ എന്ന് ഞങ്ങളോട് വസിയ്യത്ത് പറയാനുള്ള ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും ആയുസ്സിലും ആരോഗ്യത്തിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇവിടെ അന്തി ഉറങ്ങുന്ന ഈ പള്ളിപ്പറമ്പിൽ അന്തി ഉറങ്ങുന്ന മുഴുവൻ മഹാന്മാരാകുന്ന ഔലിയാക്കളുടെയും ബഹുമാനപ്പെട്ട ഷഹീദ് അലിയുൽ ബക്കരി തങ്ങളുടെയും ഇവിടുത്തെ കുടുംബത്തിൻ്റെയും ബറക്കത്ത് കൊണ്ട് ഒന്നാം ഖലീഫ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ ബറക്കത്ത് കൊണ്ടും ഞങ്ങളെല്ലാവരുടെയും ദുആ കൊണ്ട് പ്രത്യേകം വസിയ്യത്ത് പറഞ്ഞവരുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും ചൊരിഞ്ഞു കൊടുക്കുകയും മഹാന്മാരാകുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കളെ മഹബത്ത് വെക്കാനും ഇവരുടെ കൂടെ ഹബീബായ മുത്ത് റസൂലുള്ളാഹിൻ്റെ കൂടെ സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് എത്താനുള്ള തൗഫീഖും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്.